ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇടവകയിലെ വിശുദ്ധ മിക്കാኤൽ മാലാഖയുടെ സന്നിധിയിൽ നടക്കുന്ന പ്രദക്ഷിണവും തിരുനാൾ ദിനത്തെ ചടങ്ങുകളും കാണാൻ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പള്ളിക്കകത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടക്കുന്നത്. അത് നടക്കുന്നതിന് മുന്നേ അച്ഛൻ വന്ന് ഈ വണ്ടികളെല്ലാം വെഞ്ചരിച്ചിട്ടാണ് പ്രദക്ഷിണത്തിനായി വണ്ടികൾ ഓരോന്നോരോന്നായി റോഡിലോട്ട് പോകുന്നത്. എല്ലാ വാഹനങ്ങളും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം മാത്രം നേർച്ചയായിട്ട് തോളിലെടുത്താണ് കൊടുക്കുന്നത്. പ്രദക്ഷിണത്തിന് മുന്നേ ചെണ്ടക്കാർ ഇറങ്ങി അതിൻ്റെ പിറകെ കുറേ ആൾക്കാർ പോയതിന് ശേഷമാണ് ഓരോരോ രൂപങ്ങളായിട്ട് പോകുന്നത്. എല്ലാ കൊല്ലത്തെയും കാട്ടി ഇഷ്ടംപോലെ ആൾക്കാർ ഇക്കൊല്ലം പ്രദക്ഷിണത്തിനുണ്ട്. വൈകുന്നേരം കുർബാന തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ആകാശമൊക്കെ ഇരുണ്ട് കയറി നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. മണി കഴിഞ്ഞപ്പോഴാണ് പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിയും പ്രദക്ഷിണം തിരിച്ചു വന്ന് പള്ളിയിൽ കയറാനായിട്ട്. പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ഇറങ്ങിയതിന് ശേഷം ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നതൊക്കെ 1-2 തുള്ളിയൊക്കെ വീഴുന്നുണ്ടായിരുന്നു. നല്ല വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുർബാന നടക്കുന്ന സമയത്ത് നല്ലൊരു കോള് വന്നായിരുന്നു. മഴ പെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചതായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്തില്ലായിരുന്നു. പ്രദക്ഷിണം പോകുന്ന വഴികളെല്ലാം നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ചില വീടുകളുടെ ഫ്രണ്ടിൽ രൂപങ്ങളൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പ്രദക്ഷിണം പോകുന്ന വഴികളിലൊക്കെ ചില ആൾക്കാർ വെള്ളങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, പായസങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് ഏറ്റവും അവസാനം ഐസ്ക്രീമാണ് കിട്ടിയത്. ഞങ്ങൾ ഏറ്റവും പിറകിലായതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമൊന്നും കിട്ടിയില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഐസ്ക്രീം കിട്ടി. ഒരുപാട് ജനമുള്ളതുകൊണ്ട് മുമ്പേ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഏറ്റവും പിറകിലാണ് വന്നത്. മുന്നേ പറഞ്ഞ പോലെ ഇത് 2 ദിവസത്തെ വീഡിയോയാണ്. കൊട്ടിക്കലാശത്തോടു കൂടി അതിഗംഭീരമായ പ്രദക്ഷിണം അവസാനിക്കുകയും തിരുനാൾ ദിനത്തിലെ ദിവ്യബലിയാണിത്. കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ഇടവകയിലെ SSLC+2 ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകിയായിരുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ആരാധനയും ഉണ്ടായിരുന്നു. ഈ പെരുന്നാൾ നടത്താനായിട്ട് 800 പുറത്ത് പ്രസിദ്ധന്തിമാരുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസത്തെ ദിവ്യബലിക്ക് നേതൃത്വം വഹിച്ചതെല്ലാം ഈ പ്രസിദ്ധന്തിമാരായിരുന്നു. ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഇവിടെ ഇഷ്ടംപോലെ അക്രൈസ്തവരായ ആൾക്കാരൊക്കെ വരാറുണ്ട്. തിരുവാളിൽ നേർച്ചയെടുക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ പുറത്തുനിന്നും ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഇവർക്ക് വേണ്ടി പ്രത്യേകം KSRTC സർവീസ് വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മുഖ്യമായ നേർച്ചയെന്ന് പറഞ്ഞാൽ തിരുവാളും മുത്തുക്കുടയുമാണ്.
ഇതും കയ്യിലേന്തി പള്ളിക്ക് ചുറ്റും 3 വലം വെച്ചാണ് പള്ളിയുടെ കവാടം വരെ വന്ന് അവിടെ നിന്ന് മുട്ടിലിഴഞ്ഞ് അൽത്താരയുടെ ഫ്രണ്ടിൽ മിക്കൽമാരുടെ ചെറിയൊരു രൂപം വെച്ചിട്ടുണ്ട്. അവിടെ സമർപ്പിക്കുമ്പോഴാണ് തിരുവാൾ നേർച്ച കഴിയുന്നത്. അടിമ സമർപ്പണത്തിനുള്ള സൗകര്യവും പള്ളി സൈഡിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ സൈഡിൽ ഒരു ചെറിയ സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പെരുന്നാൾ തുടങ്ങുന്നതിന് 1 മാസം മുന്നേ തന്നെ ആ സ്റ്റാൾ അവിടെ പ്രവർത്തിച്ച് തുടങ്ങിയായിരുന്നു. പെരുന്നാൾ ദിനമായതുകൊണ്ട് നേർച്ച ഇടുന്നതൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പള്ളിയുടെ സൈഡിൽ സ്നേഹവിരുന്ന് നൽകുന്നുണ്ടായിരുന്നു. സ്റ്റാളിൽ കിട്ടുന്ന മിക്കൽമാലാകളുടെ രൂപങ്ങളും കൊന്തയും എല്ലാം വെഞ്ചരിച്ച സാധനങ്ങളാണ്. സ്റ്റാളിലും നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ദിവ്യബലി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ സ്നേഹവിരുന്ന് തുടങ്ങിയായിരുന്നു. തിരക്ക് കൂടുതലായതിനാൽ ഇവിടെ 4 സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഒരുക്കി വെച്ചിരുന്നത്. ഫുള്ളും ബൊഫേ സിസ്റ്റമായിരുന്നു. ഹാളിനകത്ത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടായിരുന്നു. സ്നേഹവിരുന്ന് നടന്നുകൊണ്ടിരിക്കെ തന്നെ തിരുവാൾ നേർച്ചയ്ക്കും ഭയങ്കര തിരക്കായിരുന്നു. അത് കണക്ക് തന്നെ മാലാഖയുടെ രൂപത്തിന് മുന്നിലും നേർച്ചയിടാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇവിടെ വന്നും പോയി നിൽക്കുകയായിരുന്നു. വൈകിട്ടത്തെ സമാപന ദിവ്യബലിക്ക് തൊട്ട് മുമ്പ് വരെ സ്നേഹവിരുന്ന് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. തിരക്ക് കൂടുതലുള്ളതിനാൽ ഇവിടെ സെക്യൂരിറ്റി നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി പാർക്കിങ്ങിനായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു പാർക്കിങ്ങൊക്കെ. പള്ളിമുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനൊരു സിസ്റ്റം ഇവിടെ വെച്ചത്. എന്നാലും ചില ആൾക്കാരൊക്കെ നേരെ പള്ളിമുറ്റത്ത് കൊണ്ട് വണ്ടി ഒതുക്കി ഇടുമായിരുന്നു. ഓന വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല പള്ളിമുറ്റത്ത്. അത്യാവശ്യം ഒരു 7-8 വണ്ടികളൊക്കെ ഉള്ളായിരുന്നു ഇവിടെ പള്ളിമുറ്റത്ത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും പള്ളിയുടെ ഫ്രണ്ടിലെ റോഡിൽ കച്ചവടക്കാർ 1-2 പേരെ ഉള്ളായിരുന്നു, വളക്കച്ചവടക്കാരൊക്കെ. ഇക്കൊല്ലം ശരിക്ക് കച്ചവടക്കാരുണ്ടായിരുന്നു. തീർത്ഥാടന പള്ളി ആയതുകൊണ്ടാണ് ഓരോ വർഷവും ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കച്ചവടക്കാരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ നാടൊന്ന് ഫേമസായി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്. എന്നാലും ക്യൂവിലൊക്കെ നിന്ന് സ്നേഹവിരുന്നൊക്കെ കഴിച്ച് മാലാഖയോടൊക്കെ പ്രാർത്ഥിച്ച് പള്ളിക്കകത്ത് ഇച്ചിരി നേരം ഇരുന്ന് പയ്യെ റോഡിലോട്ട് ഇറങ്ങി കച്ചവടക്കാരെയെല്ലാം കണ്ട് ഓരോന്നിൻ്റെയും വിലയൊക്കെ തിരക്കി അവരോട് 1-2 സംസാരിച്ച് പയ്യെ എല്ലാം നോക്കി നടന്നിട്ട് വീട്ടിലോട്ടങ്ങ് പോവുക. ഏത് പെരുന്നാളിലോ എവിടെ പോയാലും എൻ്റെ പുത്രന് എന്തായാലും കളിപ്പാട്ടം വേണം. അതും വേണ്ടത് കളിത്തോക്ക് തന്നെ. എല്ലായിടത്തും വർത്തമാനം പറഞ്ഞ് കറങ്ങി നടക്കുന്ന സമയത്ത് അതും ഒരെണ്ണം മേടിച്ച്. ഇന്നലത്തെ പ്രദക്ഷിണത്തിൻ്റെ ക്ഷീണവും കൂടെ ഉണ്ട്. പ്രദക്ഷിണം അവസാനിച്ചപ്പോൾ 11 മണി കഴിഞ്ഞ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയോളമായി. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെ ആയി. എന്തായാലും പ്രദക്ഷിണത്തിൽ നടന്ന ആൾക്കാരും നനഞ്ഞില്ലല്ലോ. എല്ലാവരും വീടുകളിലെത്തി കാണും. ഇനി ഒന്ന് പോയി കിടന്ന് ക്ഷീണം മാറ്റിയിട്ട് വേണം വൈകുന്നേരത്തെ സമാപന ദിവ്യബലിക്ക് വരാനായിട്ട്. കൊടിയർക്ക് കാണണം, അതിനാണ് മെയിനായിട്ടും വരുന്നത്. അതിനുശേഷം ഗാനമേളയും കൂടെ ഉണ്ട്. ഗാനമേളയുടെ നേതൃത്വം വഹിക്കുന്ന ഇടവകയിലെ കുറേ ചെറുപ്പക്കാർ പിള്ളേരാണ്. പത്തനംതിട്ട സാരംഗ് ടീമിൻ്റെയാണ് ഗാനമേള. പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള യുവജനങ്ങൾ, ആനിമേറ്റേഴ്സ്, തൊഴിലുറപ്പ് അംഗങ്ങൾ, ആനുകൂല്യങ്ങൾക്കും അതുപോലെ തന്നെ ഒരുക്കിയ മീഡിയകൾക്കും കുട്ടികൾക്കും സ്നേഹത്തിന് നൽകി നൽകിയിട്ട്
ശേഷം മിക്കേൽ മാലാഖയുടെ ചെറിയ രൂപവും കൊണ്ട് പള്ളിക്ക് ചുറ്റൊരു പ്രദക്ഷിണം നടന്നതിന് ശേഷമാണ് കൊടിയിറക്ക ചടങ്ങ് നടന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഗാനമേള ആരംഭിക്കുകയും ചെയ്തു. ഗാനമേളക്കാരുടെ ഈ ടീമിൽ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ സംഗീത രംഗത്ത് വന്നിട്ട് ഇന്നേക്ക് 30 വർഷം തികയാണ്. അതിൻ്റെ ഒരു പൊന്നാട അണിയൽ ചടങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നു. ഗാനമേള കാണാൻ വന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.